ഈ ബജറ്റിനെതിരെയോ ഈ സർക്കാരിനെതിരെയോ അല്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ സർക്കാരിനെതിരെയും കഴിഞ്ഞ ബജറ്റിനെതിരായിട്ടുമാണ്. കാരണം ഈ ബജറ്റിൽ ഞാൻ പറഞ്ഞല്ലോ 1533 കോടി രൂപ കുറച്ചു അല്ലെ. 2025-26 ബജറ്റിൽ അന്നത്തെ സർക്കാർ വച്ചിരുന്ന തുകയുടെ എത്രയാ കുറച്ചത്? മൂന്നാം ഗഡു കൊടുത്തില്ല. എത്രയാ മൂന്നാം ഗഡു? 2150 കോടി രൂപ കൊടുക്കാതെ പോയവരാണ് നിങ്ങൾ. എന്നിട്ട് 2150 കോടി രൂപ കൊടുക്കാതെ ഭരണം വിട്ടുപോയ ആളുകൾ 1533 കോടി രൂപ പ്ലാനിൽ കുറച്ചതിനെ ചോദ്യം ചെയ്യാൻ. എന്തൊരു തമാശയാണ്. ഇനി അതിന് മറുപടി പറഞ്ഞെന്താ? തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മൂന്നാം ഗഡു കൊടുക്കാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പ് വന്നത് അറിയില്ല ആർക്കും. മാത്രമല്ല മൂന്നാം ഗഡു കൊടുക്കേണ്ടത് മാർച്ചിലാണോ? മൂന്നാം ഗഡു കൊടുക്കേണ്ടത് ഡിസംബറിലായിരുന്നു. ആ ഡിസംബറിൽ കൊടുക്കാത്ത മൂന്നാം ഗഡു ഡിസംബറിൽ കൊടുത്തില്ല, ജനുവരിയിൽ കൊടുത്തില്ല, ഫെബ്രുവരിയിൽ കൊടുത്തില്ല. മാർച്ച് 16-നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. അതുവരെ കൊടുത്തില്ല. 2150 കോടി രൂപ. ആ 2150 കോടി രൂപ മൂന്നാം ഗഡു കൊടുക്കാതെ കൊടുത്ത വർക്കുകൾക്കെല്ലാം പണം കൊടുക്കാതെ വിഷമിക്കുന്ന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം നിവർത്തികേട് കൊണ്ട്, നിങ്ങളുടെ ബജറ്റിലെ പാളിച്ച കൊണ്ട്, നിങ്ങളുടെ പ്ലാനിലെ പാളിച്ചകൾ കൊണ്ട് ഞങ്ങൾക്ക് 1533 കോടി രൂപ കുറയ്ക്കേണ്ടി വന്നതിനെയാണ് വിമർശിക്കുന്നത്. ഇനി വേറെ ചോദ്യമുണ്ട്. സ്പിൽ ഓവർ കൊടുത്തില്ല. സ്പിൽ ഓവർ കൊടുത്തില്ല. ഈ 2150 കോടി രൂപ കൊടുത്തില്ല. ഓക്കെ, ബജറ്റിൽ ആ തുക വെച്ചിട്ടുണ്ടോ? ഈ കഴിഞ്ഞ ബജറ്റിൽ ആ തുക വെച്ചിട്ടുണ്ടോ സ്പിൽ ഓവർ കൊടുക്കാൻ? വെച്ചിട്ടില്ലല്ലോ. വെച്ചിരുന്നുവെങ്കിൽ 10,183 കോടി രൂപ ഉള്ളു പ്ലാനിൽ. അതിൽ 2000 കോടി കൂടി കുറച്ചാൽ 8,000 കോടി രൂപയേ ആവുള്ളൂ കഴിഞ്ഞ പ്ലാൻ. ഈ പ്ലാൻ 8,655 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. ആ സ്പിൽ ഓവർ മാറ്റിയ ആ പ്ലാൻ 8,000 കോടിയുള്ളൂ ഈ വർഷത്തേക്ക്. കഴിഞ്ഞ ബജറ്റിൽ വെച്ചിരിക്കുന്ന പ്ലാൻ 8,000 കോടിയേ വരുള്ളൂ. 2,150 കോടി കുറച്ചാൽ അതിനേക്കാൾ കൂടുതൽ തുക 8,655 കോടി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സർക്കാർ വന്നില്ല എന്നൊന്ന് സങ്കല്പിക്കുക. കുറച്ചു നേരത്തേക്ക് ഒരു സന്തോഷം കിട്ടുമല്ലോ. ആ സർക്കാരിന്റെ ബജറ്റ് തുടരുകയാണെന്ന് വിചാരിക്കുക. അല്ലല്ല, ഒന്ന് സങ്കല്പിക്കുക. ആ സർക്കാർ തുടരുകയാണെന്ന് വെക്കുക. തീർച്ചയായിട്ടും ഈ വർഷം ഒരു പുതിയ ബജറ്റ് ഉണ്ടാവില്ല. ആ ബജറ്റ് നടപ്പാക്കിയിരുന്നുവെങ്കിൽ, അതായത് 10,189 കോടി രൂപ ലോക്കൽ ബോഡിക്ക് അനുവദിച്ച ആ പ്ലാൻ ഈ വർഷം നടപ്പാക്കിയിരുന്നുവെങ്കിൽ, ഈ വർഷം ആ പ്ലാൻ 35,000 കോടി രൂപയുടെ ആ പ്ലാൻ നടപ്പാക്കി വരുമ്പോ 20,000 കോടി ഇല്ല. അപ്പൊ എത്ര കുറയ്ക്കേണ്ടി വരുമായിരുന്നു അറിയാമോ? 57% തുക കുറയ്ക്കേണ്ടി വരുമായിരുന്നു. ആ ബജറ്റാണ്, ആ പ്ലാനാണ് നടപ്പാക്കിയെങ്കിൽ 57% എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയാമോ? 5,750 കോടി രൂപ. ഇവർ നീക്കിവെച്ച 10,000 കോടി രൂപയുടെ 5,750 കോടി രൂപ നടപ്പാക്കാതെ പ്ലാൻ കട്ട് നടപ്പാക്കേണ്ട ഗതികേടിൽ ആ ഗവൺമെന്റ് ഉണ്ടാവുമായിരുന്നു. 5,750 കോടി രൂപ പോയതിന് ഞങ്ങൾ പറഞ്ഞിട്ട് പൊതുസമൂഹത്തോടും നിയമസഭയോടും എല്ലാവരോടും പറഞ്ഞ് കാര്യം ബോധ്യപ്പെടുത്തി 1,533 കോടി കുറച്ചതാണ്. എന്തൊരു നിങ്ങൾ തന്നെ ഞാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വിരൽ ചൂണ്ടുമ്പോ 4 വിരലും നെഞ്ചിന്റെ അകത്തോട്ടാണ് കയറിപ്പോണത്. നെഞ്ചിന്റെ അകത്തോട്ട് കയറിപ്പോവാ. പിന്നെ ഇപ്പൊ പറഞ്ഞു പട്ടികവർഗക്കാരുടെ പ്രശ്നം പറഞ്ഞു. ഒരു ബജറ്റിൽ കഴിഞ്ഞ ബജറ്റിൽ പ്ലാൻ കട്ട് എത്രയെന്നറിയാമോ? പ്ലാൻ കട്ട് 500 കോടി എസ്-സിയുടെ. നിങ്ങളുടെ ഗവൺമെന്റ് അങ്ങുകൂടി അവതരിപ്പിച്ച അങ്ങുകൂടി മന്ത്രിയായിരുന്ന മന്ത്രിസഭ പ്ലാൻ കട്ട് എസ്-സിയുടെ ഏർപ്പെടുത്തിയത് 500 കോടി, എസ്-ടിയുടെ 112 കോടി. ഇതെല്ലാം പറഞ്ഞിട്ടാണ് ഇത് വരുന്നത്. സർ, ഇത് യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ബജറ്റാണ്. നമുക്ക് അത്രയും നമ്മുടെ കയ്യിൽ പൈസയുള്ള ഒരു വിഷയമുണ്ട്. ഞാനത് പറയാം. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 16-ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം ഈ റൂറൽ ലോക്കൽ ബോഡികൾക്കുള്ള ഗ്രാന്റ് കുറവാണ്. റൂറൽ ലോക്കൽ ബോഡികൾക്കുള്ള മറ്റേ അർബൻ
ലോക്കൽ ബോഡികൾക്കുള്ള ഗ്രാന്റ് കൂടുതലായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. അതായത് അവര് റൂറൽ ലോക്കൽ ബോഡിക്ക് 405 കോടി രൂപയും അർബൻ ലോക്കൽ ബോഡിക്ക് 2145 കോടി രൂപയാണ് ഈ വർഷത്തെ വകയിരുത്തൽ. നമുക്ക് കേരളത്തിലെ 83% പ്രദേശവും അർബൻ ഏരിയ ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു തെറ്റായ കണക്കാണ് നമ്മുടെ 16ാം ധനകാര്യ കമ്മീഷൻ വെച്ചിരിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് റൂറൽ ലോക്കൽ ബോഡിക്ക്, അതായത് പഞ്ചായത്തുകൾക്ക് നമുക്ക് 405 കോടിയെ കൊടുക്കാൻ പറ്റുള്ളൂ. 2145 അർബന് കൊടുക്കണം. അത് ഇംബാലൻസ് ആവും കേരളത്തിൽ. നമ്മൾ എന്ത് ചെയ്തു? പ്രാദേശിക സർക്കാരുകൾക്കുള്ള സാധാരണ വിഹിതത്തിൽ നിന്നും 300 കോടി രൂപ മാത്രം മുനിസിപ്പാലിറ്റികൾക്കും മുനിസിപ്പൽ കോർപ്പറേഷനുകൾക്കും ജനസംഖ്യാടിസ്ഥാനത്തിൽ വിഹിതം വയ്ക്കുകയും ബാക്കി തുക മുഴുവനായി 70:15:15 എന്ന അനുപാതത്തിൽ ഗ്രാമപഞ്ചായത്തുകൾക്കും ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും ജില്ലാ പഞ്ചായത്തുകൾക്കും വകയിരുത്തുന്നു. തുകയുടെ കാര്യത്തിലല്ല പ്രശ്നം. ഈ ധനകാര്യ കമ്മീഷന്റെ പൈസ വരുമ്പോൾ അത് ടൈഡ് ഫണ്ടാണ്. നമ്മൾ കൊടുക്കുന്നത് പ്ലാനിൽ അൺടൈഡാണ്. ഇപ്പൊ മുനിസിപ്പാലിറ്റിക്ക് കിട്ടിയിരിക്കുന്ന മുനിസിപ്പാലിറ്റികൾക്കുള്ള പരാതി അങ്ങ് പറഞ്ഞതല്ല പരാതി, ഇതല്ല പരാതി. പൈസ കുറവല്ല, ടൈഡ് ഫണ്ട് അവർക്ക് കൂടുതലായി. അപ്പൊ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ, പ്രായോഗികമായ പ്രയാസങ്ങൾ ഉണ്ടാകും. അത് നമ്മൾ കേന്ദ്രവുമായി കൂടി സംസാരിച്ച് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ ചെലവാക്കാൻ പണം കിട്ടിയിട്ടുണ്ട്. 2 ഇതായിട്ട് സ്റ്റേറ്റ് പ്ലാനിൽ നിന്നും കിട്ടിയിട്ടുണ്ട്, ധനകാര്യ കമ്മീഷന്റെയും പൈസ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ധനകാര്യ കമ്മീഷന്റെ പണം എന്ന് പറയുന്നത് ടൈഡാണ്. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അത് അവർക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടി ഗവൺമെന്റ് സ്വീകരിക്കും. അല്ലാതെ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച ഒരു കാര്യത്തിൽ ഒരു പ്രസക്തിയില്ല. ഈ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരാവശ്യം.